അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു. പ്രിയരെ, സൂഫി കാവ്യങ്ങൾക്ക് ജീവൻ നൽകിയ അത്ഭുത പ്രതിഭയാണ് മൗലാന ജലാലുദ്ദീൻ റൂമി. സ്വന്തം ഹൃദയത്തിൽ നിന്നും പേന മുക്കി എഴുതിയ മസ്നഈ പോലുള്ള ഇരടികളെ ലോകം നെഞ്ചിലേറ്റ് പാടി. എന്നാൽ റൂമിയെ പോലെ നമ്മുടെ മലയാളക്കരക്കും സൂഫി ഗീതങ്ങളുടെ തേന്മയ പെയ്തിറക്കിയ ഒരു മഹാകവി ഉണ്ടായിരുന്നു. നമ്മുടെ ഈ നൂറ്റാണ്ടിൽ തന്നെ ജീവിച്ച് ചെറിയ മക്കയായ പൊന്നാനിയിൽ ജനിച്ച് വലിയ മക്കയിൽ ചെന്ന് നാദനിലേക്ക് പറന്നുയർന്ന സൂഫി ഗീതങ്ങളുടെ അത്ഭുത പ്രതിഭ. അതെ, ഹാജി അബ്ദുർ റസാഖ് മസ്താൻ ജീവിതം ഒരു പുനർവിചിന്തനം നടത്തി ആത്മീയതയോടെ ധന്യതയിലേക്കുള്ള യാത്രയാണ് യഥാർത്ഥ ജീവിതമെന്ന് നമ്മെ ഉത്ബോധനം ചെയ്യുന്ന അദ്ദേഹത്തിന്റെ ചില വരികളിലേക്കാണ് ഞങ്ങൾ നിങ്ങളുടെ ശ്രദ്ധയെ കൊണ്ടുപോകുന്നത്. ജീവിതമേതോ ജീവിതമേതോവരെ ചതിയിലാണ്ട് പോയതിനാലെ ഞാനറിയാൻ തിരു ദീൻ വഴി ദീൻ വഴി ചിന്തക്ക് രണ്ട് ചിന്തയ്ക്ക് നന്മയും തിന്മയും വേർതിരിക്കാനുള്ള ആവതുണ്ട്. ഒരു വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം നന്മയായിരിക്കും കൂടുതലെന്ന് മാത്രം. തന്റെ മുഴു സമയ ചിന്തയിലും ഇലാഹി സാമീപ്യം മാത്രമായിരിക്കണമെന്ന് അഭിലഷിക്കുന്ന സൂഫിക്ക് അല്ലാഹ് അല്ലാത്തതെല്ലാം അസഹ്യമായിരിക്കും. അതിലാണ് തിരുദീനെന്നും ആ ചിന്ത കൊണ്ട് മാത്രമേ തന്റെ നാഥന്റെ ലിഖാ എന്ന ഫലം കഴിക്കാൻ കഴിയൂ എന്നറിഞ്ഞും സൂഫി ഈറാൻ അണിയുകയാണ്. ചിന്തയ്ക്ക് രണ്ട് സ്നേഹിതരുണ്ട് വമ്പിച്ച രണ്ടും വകതിരിയാതെ ചിന്തിച്ച പോലെ ഫലം തരും വേളെ ചിന്തിച്ച പോലെ ഫലം തരും വേളെ എന്ത് ഇലാഹി ഞാനറിയാൻ തിരു ദീൻ വഴി ദീൻ വഴി ഇടവും ഇടതും വലതും അഥവാ നമ്മുടെ സൗഹൃദ വലയങ്ങളെ നന്മയിലേക്ക് വിളിക്കുന്നവരുണ്ട്. തിന്മയുടെ ഉപാസകരുമുണ്ട്. ഇലാഹി ചിന്തയിലേക്ക് ആണ്ടിറങ്ങാൻ ഈ നന്മയോട് കൂട്ടുകൂടുക എന്നതോടൊപ്പം തന്റെ ശരീരത്തിലെ ഉൾനാട്ടത്തെ തന്റെ ലക്ഷ്യത്തിനിടയിലുള്ള ഒരു പ്രശ്നക്കാരനായിട്ടാണ് സൂഫി ഉയർത്തി കാട്ടുന്നത്. പകൽ മാന്യരായ പലരുടെയും ചിന്തകൾ രാത്രിയുടെ വെളിച്ചത്തിൽ ശരീരച്ചയോടൊപ്പം മാത്രമാണ്. യാ ഇലാഹി ഇങ്ങനെയുള്ള ഞാനെങ്ങനെ നിന്റെ പരിശുദ്ധ ദീൻ അനുഭവിക്കും? സൂഫി തുടങ്ങുകയാണ്. ഇടവും വലവും ഈ രണ്ട് പാലം ഇരവും പകലും ഇവർ കൊണ്ട് മാത്രം ചിന്തകളെല്ലാം ഏറ്റിൽ കുറിക്കും. ചിന്തകളെല്ലാം ഏറ്റിൽ കുറിക്കും. എന്ത് ഇലാഹി ഞാനറിയാൻ തിരു ദീൻ വഴി ദീൻ വഴി സൂഫി കലാമുകൾ നിർമ്മിച്ച
നിർമ്മിച്ചെടുക്കുന്നവയല്ല ആത്മീയ തലങ്ങളിൽ നിന്നും ഉതിർന്നു വീഴുന്നവയാണവ. ഭൗതിക ലോകത്തെ ചിന്തയിൽ അത് അത്ര പെട്ടെന്ന് ദഹിച്ചു വന്നു വരില്ല. തന്റെ ശരീരവും അതിന്റെ നിയന്ത്രണവും ഒരു അർത്ഥനിമിഷം പോലും തന്റെ കയ്യിലില്ലെന്നുള്ള പ്രാപഞ്ചിക സത്യത്തിൽ അവരെങ്ങനെ പാടിക്കൊണ്ടിരിക്കും. തന്റെ സ്നേഹവും തന്റെ നാഥന്റെ സ്നേഹവും അവരെങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കും. ഹാജി അബ്ദുൾ റസാഖ് മസ്താൻ തന്നെ ഇങ്ങനെ പാടുന്നു. അമ്മാരത്താലേ കൈവിടണേ ഇതിൻ്റെയായ പരലോകം നേടണേ, ജന്മവിധി നേടണേ, ജന്മവിധി നേടണേ. എൻ കണ്ണിനെ ഉൾക്കണ്ണേ ഉൾക്കണ്ണേ, കണ്ണേ ഉൾക്കണ്ണേ ഉൾക്കണ്ണേ. ഈ ലോകത്തുള്ള എല്ലതും ഒരു മായ മാത്രമാണ്. എന്നാൽ ഉറപ്പുള്ളതാണ് ആഖിറം, പരലോകം. അത് നേടുക എൻ കണ്ണേ. കണ്ണെന്നാൽ കൽബെന്നർത്ഥം. ലാമിലുയർന്ന മീമിലാവണേ, ലാമിലുയർന്ന മീമിലാവണേ, ലാമലിഫോട്ട് ഭക്തി കൊണ്ടാടണേ. ക്ഷേമമറിയണമേ, ക്ഷേമമറിയണമേ. കണ്ണേ എൻ കണ്ണേ ഉൾക്കണ്ണേ ഉൾക്കണ്ണേ, എൻ കണ്ണേ ഉൾക്കണ്ണേ ഉൾക്കണ്ണേ. അമ്മാരത്താലേ കൈവിടണേ, അമ്മാരത്താലേ കൈവിടണേ. അസ്സലാമു